ഹായ്, ഗുഡ് മോർണിംഗ്. ഞാൻ നിങ്ങളുടെ സ്വന്തം സോളം നടാട്ട്. ഞാനിന്ന് വീട്ടിൽ നിന്നും യാത്ര തുടർന്നു. അപ്പോൾ ആണ് ആ ബോർഡ് കണ്ടത്. സൈക്കിളിലായിരുന്നു യാത്ര. അപ്പോൾ എന്തായാലും നമ്മുടെ കുരിശുപള്ളി ഇടാട്ട് ചന്ത സെൻറ്ററിലുള്ള കുരിശുപള്ളി ഒന്ന് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ വ്ളോഗറൊക്കെ ഈ അമേരിക്കയിലും ലണ്ടനിലൊക്കെ പോകുമ്പോഴും നമ്മുടെ കുരിശുപള്ളിയൊക്കെ എനിക്ക് കാണാമല്ലോ. അങ്ങനെ ഇപ്പോൾ ചന്ത സെൻറ്ററിലത്തെ അന്തോണിസ് പുണ്യാളനും നമ്മുടെ മാതാവും സെബസ്ത്യനോസൊക്കെ ഇരിക്കുന്ന കണ്ടു. ഒരു വലിയൊരു വിളക്ക് കണ്ടു, മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ടുണ്ട്. അത് ഇത്ര പുലർച്ചെ തന്നെ അവിടെ അത് കണ്ടപ്പോൾ ഞാൻ സത്യത്തിൽ അത്ഭുതപ്പെട്ടു പോയി. ശബ്ദം ഇരുന്ന് കൊടുക്കണത് നമ്മുടെ അമ്മല ബസ് സ്റ്റോപ്പിലാണ്. അതുകൊണ്ട് കാറിൻ്റെ ശബ്ദങ്ങളൊക്കെ ഉണ്ടാവും, നിങ്ങളൊന്നും വിചാരിക്കണ്ട. വിളക്ക് അങ്ങനെ കത്തിച്ച് വെച്ചത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. കാരണം ചില പുലർച്ചെ ഞാൻ വരാറില്ല. ഞാൻ മൂടി പുതച്ച് കിടന്ന് ഉറങ്ങാറാണ് പതിവ്. പിന്നെ സൈക്കിളമ്മ പോകുമ്പോൾ നമുക്ക് പെട്രോളും ഡീസലൊക്കെ ലാഭമുണ്ടോ എന്ന് വിചാരിച്ചിട്ടാണ് സൈക്കിളമ്മ വന്നത്. അപ്പോൾ ഈ കപ്പേള വളരെയധികം പഴക്കമുണ്ട്. ഇവിടെ നിന്നാണ് നമ്മുടെ പ്രദക്ഷിണങ്ങളും പുറനാട്ടിലെ പള്ളിയിലേക്കൊക്കെ പോവാറ്. അപ്പോൾ എന്ത് കാര്യങ്ങൾ പള്ളിയിൽ നടക്കണില്ലോ അത് ഈ കപ്പേളയോടനുബന്ധിച്ചാണ് നടക്കാറ്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് സൈക്കിൾ കൂട്ടി അമ്മലേരെ അവിടെ എത്തി. പിന്നെ ഒരു ചായ കുടിച്ചിട്ട് പോവാം. വളരെ ഭംഗിയായിട്ട് അവിടെ ചെയ്തു വെച്ചിട്ടുള്ള കണ്ടു കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും അമ്മലയിലേക്ക് ഇപ്പോൾ ഈ സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു ചായ കുടിച്ചിട്ട് പോവാം. ക്യാൻറ്റീനിൽ അടിപൊളി ചായ ഉണ്ട്. ഞാനൊരു ചായയും കോഫി കഴിക്കേണ്ട ഒരു കോഫി കഴിക്കാം. ചാപ്പി ഇനിയിപ്പോൾ രണ്ടും കൂടിയിട്ടാണ് ചാപ്പി കഴിക്കണ ഒരു ചാപ്പി കഴിക്കാം. ചായയും കാപ്പിയും എന്നുള്ള കണ്ടീഷനിൽ ഞാൻ ഇപ്പോൾ ഇത്ര അധികാരികമായിട്ട് പറയുന്നില്ല, നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ കാണാവുന്നതാണ്. ഇത്രയും മനോഹരമായിട്ടുള്ള പ്ലേസിലിരുന്ന് ചായ കുടിക്കാൻ 5 സ്റ്റാർ ഹോട്ടലിൽ പറ്റില്ല. അടിപൊളി കാലാവസ്ഥ. അങ്ങനെ ഒരു ഇരുന്നിട്ട് അങ്ങോട്ട് അവരെന്താണ് റിലാക്സ് ചെയ്യാൻ വേണ്ടി ചെയ്തു വെച്ചിട്ടുള്ളതുകൊണ്ട് നമ്മളിപ്പോൾ ടെൻഷനൊക്കെ ആയിട്ട് നമ്മളെ ഹോസ്പിറ്റലിൽ വരുമ്പോഴേ റിലാക്സ് ചെയ്തിട്ടൊരു കോഫി കുടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ടെൻഷനുകളും പമ്പ കിടക്കും. പമ്പ കിടക്കാന്ന് പറയുമ്പോൾ നമ്മൾ ഒരു സ്ഥിരം പറയണൊരു വാക്കാണത്, പമ്പ കടന്നു. പമ്പ എന്ന് പറഞ്ഞൊരു സ്ഥലത്തിൻ്റെ പേരാണ് കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഈ ബസ് സ്റ്റോപ്പിൽ വന്ന് ഇവിടെ ഇരുന്നു. നായ്ക്കളെ പേടിച്ചിട്ട് വണ്ടി അവിടെ വെച്ചേക്കുക. സൈക്കിള് ഒരെണ്ണം കടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാലേ 7 സ്റ്റിച്ച് 7 ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വരിക. അപ്പോൾ കാർ എടുക്കാനും മറ്റുള്ള ഡീസലിനും പൈസ ഇല്ല. അപ്പോൾ അങ്ങനെ ഒരു വിഷയമുണ്ട്. കാശിൽ ഇനിയിപ്പോൾ വ്ളോഗറായി വലിയ സെറ്റപ്പായി ഡോളറൊക്കെ ഇട്ടിട്ട് വേണം ഈ ഡീസലൊക്കെ അടിക്കാനും. അപ്പോൾ എങ്ങനെ നോക്കിയാലും ജീവിക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നുണ്ട്. എന്നാലും നോക്കി നോക്കുക, നമ്മൾ ജനിച്ചില്ലേ, ജീവിക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. കാരണം എന്തായാലും ഒരു ദിവസം നായ കടിക്കും, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ദിവസം എന്തായാലുമൊക്കെ സംഭവിക്കും. അതൊരു വേളാങ്കണ്ണി ട്രിപ്പിൽ പോയിട്ടുള്ള ഒരു ടീം വന്ന് ബസ്സിൽ വന്ന് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ വേളാങ്കണ്ണി ട്രിപ്പ് പറഞ്ഞാൽ പോയാലോ എന്നിങ്ങനെ ഇവിടെ ഇരുന്നപ്പോൾ ചിന്തിച്ച് പോയി. ഇപ്പോൾ 2700 രൂപയാണ് പറഞ്ഞത്. അതിനും നമ്മൾ